ശബരിമല ഒരിക്കൽ കൂടി കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളുടെ ഫോക്കൽ പോയിന്റ് ആവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി അടുത്ത മാസം 20-ന് ആഗോള അയ്യപ്പ സംഗമം എന്നൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ദേവസ്വം ബോർഡ്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. അവിടെ തുടങ്ങി വിവാദം. സംഗമത്തിലേക്ക് സനാതന ധർമ്മത്തിന്റെ ശത്രുവായ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചെന്നാരോപിച്ചാണ് BJP ആദ്യം ഇടഞ്ഞത്. കാര്യങ്ങളുടെ നിലവിലെ പോക്ക് കണ്ടാൽ സുവർണാവസരമാക്കാൻ നോക്കൽ കാലമൊക്കെ ആവർത്തിക്കാൻ പോവുകയാണോ എന്ന് തോന്നിപ്പോകും. അയ്യപ്പ സംഗമത്തെ രാജീവ് ചന്ദ്രശേഖർ എതിർക്കുന്നത് കേരളത്തിന്റെ രീതി അറിയാത്തത് കൊണ്ടാണെന്നും വിരട്ടൽ ശ്രമമൊന്നും വേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിക്കുന്നു. ഈ സാഹചര്യം വിശദമായി പരിശോധിക്കുകയാണ് RDX. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡ്. സെപ്റ്റംബർ 20-ന് പമ്പയിലാണ് സംഗമം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 3000-ഓളം പ്രതിനിധികളെയാണ് പ്രതീക്ഷിക്കുന്നത്. പരിപാടിയുടെ മുഖ്യാതിഥിയായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതോടെ പരിപാടിക്ക് രാഷ്ട്രീയ മാനം കൈവന്നു. സനാതനധർമ്മത്തെ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്ന സ്റ്റാലിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിലൂടെ സർക്കാർ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയെന്നാണ് BJP ആരോപണം. എന്നാൽ സ്റ്റാലിൻ തനിക്ക് പകരം മന്ത്രിമാരായ PK ശേഖർ ബാബുവിനെയും പഴനിവേൽ ത്യാഗരാജനെയുമാണ് പങ്കെടുപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന സംസ്ഥാനത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. വിശ്വാസികളായ ആർക്കും സംഗമത്തിൽ പങ്കെടുക്കാമെന്ന് ദേവസ്വം ബോർഡും അറിയിച്ചു. സംഘപരിവാർ സംഘടനകളെയും ക്ഷണിക്കുമെന്നാണ് സൂചന. സംഘപരിവാർ സംഘടനകൾ സഹകരിക്കുന്നതിൽ തീരുമാനമായിട്ടില്ല. ശബരിമല സമരകാലത്തെ കേസുകൾ പിൻവലിച്ചിട്ട് മതി അയ്യപ്പ സംഗമമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര മന്ത്രിമാരെയും കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരെയും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റ് വിശദാംശങ്ങൾ ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. BJP എതിർക്കുന്നത് അയ്യപ്പ സംഗമം വോട്ട് ലക്ഷ്യമിട്ടാണെന്ന് BJPയും സംഘപരിവാർ സംഘടനകളും പറഞ്ഞു. ആ നിലക്കാണ് അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ശബരിമല സമരകാലത്തെ കേസുകൾ പിൻവലിച്ചിട്ട് മതി അയ്യപ്പ സംഗമമെന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം വിളിക്കാൻ മന്ത്രി VN വാസവന് എന്ത് അധികാരമാണെന്ന് BJP ചോദിക്കുകയാണ്. അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. എന്തിനാണ് എതിർപ്പ്? അയ്യപ്പ സംഗമത്തെ BJP എതിർക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്നാണ് മറുപക്ഷത്തിൻ്റെ ആക്ഷേപം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സമരം BJP ആളിക്കത്തിച്ചത് കേരളത്തിനാകെ ഓർമ്മയുണ്ട്. അയ്യപ്പനെ BJP രാഷ്ട്രീയ പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നുവെന്നാണ് മറുപക്ഷത്തിൻ്റെ കുറ്റപ്പെടുത്തൽ. BJPക്കെതിരായിട്ട് തമിഴ്നാട്ടിൽ മുരുകനെയും കേരളത്തിൽ അയ്യപ്പനെയും BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് ഇടതുപക്ഷം പറയുന്നു. പത്തനംതിട്ട BJPയുടെ കേരളത്തിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് അറിയപ്പെടുന്നത് രാഷ്ട്രീയ നിരീക്ഷകരാൽ. 1983 നിലയ്ക്കൽ സമരത്തിലൂടെ BJP തെക്കൻ കേരളത്തിൽ ചുവട് ഉറപ്പിച്ചു എന്നതാണ് അവർ പറയുന്നത്. 1984 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി 1,10,449 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആറന്മുള വിമാനത്താവള സമരത്തിലൂടെ BJP പത്തനംതിട്ടയിൽ നല്ല സ്വാധീനമുണ്ടാക്കി എന്നാണ് അവർ തന്നെയും കണക്ക് കൂട്ടുന്നത്. 2009 പിടിച്ച 56,294 വോട്ട് 2014 BJP 1,38,954 വോട്ടാക്കി വർദ്ധിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നു. 2018 ശബരിമല സമരത്തിലൂടെ BJP പത്തനംതിട്ടയിലെ വോട്ട് വിഹിതം 2,97,396 ആക്കി ഉയർത്തി എന്ന് നമ്മൾ കാണുന്നു. ശബരിമലയിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് BJP സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇടപെടുകയും മറ്റും ചെയ്യുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ വിരട്ടലൊന്നും വേണ്ട എന്ന മട്ടിലൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ മട്ടിൽ ഇതൊരു വലിയ രാഷ്ട്രീയ തർക്കത്തിന് കാരണമാകുമോ? ഇതുവരെ കണ്ട ലക്ഷണം അനുസരിച്ച് അതൊരു ഈ പ്രാഥമിക ഘട്ടത്തിലെങ്കിലും വലിയ രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ്. ഇപ്പോൾ BJP മാത്രമല്ല, വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെയുള്ള സംഘടനകളെല്ലാം, അതായത് ആ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടന്ന സമരമടക്കമുള്ള വിഷയങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്നവരുടെ പലരുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ തർക്കമായി വികസിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരു പ്രശ്നം, നമ്മളിപ്പോൾ ഈ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു പോകണമല്ലോ. ഇതൊരു ഇപ്പോൾ നമ്മൾ ഈ എടുത്ത ഡാറ്റാ ഷീറ്റിൽ പോലും തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വെച്ചാണ് നമ്മളതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ വ്യക്തിപരമായി എൻ്റെ വിലയിരുത്തൽ എന്നത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത്, അതിനുശേഷമുള്ള ഈ വോട്ട് സമവാക്യങ്ങളുടെ മാറ്റത്തിൽ BJPക്കുണ്ടായ വോട്ട് ശതമാനത്തിൻ്റെ വർധനയിൽ ഒന്നും പ്രതിഫലിച്ചത് ശബരിമല അല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ അതിനുശേഷം വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണല്ലോ തോൽവി ഉണ്ടായത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തോൽവി, ഇടതുമുന്നണിയുടെ തോൽവിയും അവിടെയും പ്രതിഫലിച്ചത് ശബരിമലയാണെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വികാരം കേരളത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിൽ, രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു, ഇതെല്ലാം കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായതെങ്കിൽ അതല്ല, ശബരിമലയായിരുന്നു ആ കാര്യത്തിലാണ് തിരിച്ചടി കൊടുക്കേണ്ടത് ഇടതുമുന്നണിക്ക് എന്നാണെങ്കിൽ പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 തോൽപ്പിച്ചാൽ പോരെ. അതിന് പകരം വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയാണല്ലോ ചെയ്തത്. അപ്പോൾ ഈ കണക്ക് കൂട്ടലിൽ ഒരു പ്രശ്നമുണ്ട്. അവിടെ അത് മറ്റു ചില ചർച്ചകൾക്ക് വിധേയമാകേണ്ട ചില വിഷയങ്ങളുമുണ്ട്. രണ്ടാമത്തെ കാര്യം,
അന്ന് ആ വിധി വന്ന സമയത്ത് എന്തായിരുന്നു സംഭവിച്ചിരുന്നതെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ സനീഷേ. ഈ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ആ യുവതീ പ്രവേശത്തിനുള്ള പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് സർക്കാർ ഇത് ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ ഇപ്പം BJP ആരോപിക്കുന്നതും വിമർശനങ്ങൾ ഉയരുന്നതും. അന്ന് ആ സമയത്ത് ആരാണ് ഇതിനെ എതിർത്തത്? കോടതി വിധിയെ. അതായത് കോടതിയുടെ വിധി വരുന്നത് വളരെ കൃത്യമായി ഇത് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത ഒരു നടപടിയാണ് ശബരിമലയിൽ നടക്കുന്നത് എന്ന മട്ടിലാണ്. അതിനൊപ്പം ഒന്ന് BJPയും RSSുമാണ് ആദ്യം സ്വാഗതം ചെയ്ത സംഘടനകളിൽ രണ്ടെണ്ണം. അതുപോലെ ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെ സ്വാഗതം ചെയ്യുന്നു. ഒരൊറ്റ സംഘടന ഒഴികെ ഒരൊറ്റ സംഘടനയാണ് ആദ്യം അതിനെതിരെ പ്രതിഷേധിച്ച് രംഗത്തെത്തി. അത് NSS ആണ്. NSS തെരുവിലിറങ്ങുന്നു, നാമജപ യാത്ര ആരംഭിക്കുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ മറ്റു ചില അപ്പോൾ സുവർണാവസരമൊക്കെ ആയിട്ട് PS ശ്രീധരൻപിള്ള വരുന്നു. അങ്ങനെ പലതരത്തിൽ ഇത് മറിയുന്നു. മറ്റ് സംഘടനകൾ അതിന് പിന്നാലെ പോകുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറുന്നു. നമ്മളിതെല്ലാം മറന്നു പോകുന്നതോടുള്ള പ്രശ്നമാണ്. അപ്പോൾ ചില കോണുകളിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ അതൊരു വലിയ പ്രശ്നമായിട്ട് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത് തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ പ്രതിഫലിച്ചിട്ടുമില്ല. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആരാന്നറിയാവോ? അതിവിടുത്തെ CPMകാരാണ്. അതല്ലെങ്കിൽ പാർട്ടി നേതൃത്വമാണ്. അതിൻ്റെ ഭാഗമായാണ് വീടുകൾ കയറി തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ കാര്യത്തിലൊരു പരിഹാര ശ്രമം അവർ നടത്തിയത്. ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വീടുകൾ കയറി ഇറങ്ങിയത് കോടിയേരിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ ചില സാധ്യതകളും പരീക്ഷണങ്ങളും ഒക്കെ അവർ നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്നത് ഈ അയ്യപ്പ സംഗമം എന്നത് ആ വിഷയത്തിലൊരു പ്രശ്നപരിഹാരമായാണ് സർക്കാർ കാണുന്നതെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു തരത്തിലുള്ള കുഴപ്പം പിടിച്ച രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. പിന്നെ BJPയുടെ ആരോപണത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. BJP ഈ ആരോപിക്കുന്നത് മട്ടിൽ ഇത് സർക്കാർ എന്തോ വേറൊരു തരത്തിൽ ഇവരെ പ്രായശ്ചിത്ത കർമ്മം ചെയ്യുന്നു എന്നുള്ള BJPയുടെ ആരോപണവും നിലനിൽക്കുന്നതല്ല. കാരണം ഇത് ദേവസ്വം ബോർഡാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇത് തമിഴ്നാട്ടിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അവിടുത്തെ ഈ ദേവസ്വം ബോർഡിന് സമാനമായ ബോഡികൾ തമിഴ്നാട്ടിൽ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്നുണ്ട്, ഗുജറാത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്, പഞ്ചാബിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവരെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗമായി തന്നെയാണ് മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുക. ഈ ദേവസ്വം ബോർഡിന് സമാനമായ സംവിധാനങ്ങൾ അത് ഹിന്ദു മതത്തിൽ മാത്രമല്ല വിവിധ മതങ്ങളിലും ആ നിലയ്ക്ക് പ്രവർത്തിക്കും. ഇനിയിപ്പോൾ സർക്കാർ നേരിട്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ പോലും അതിനകത്ത് ഒരു കുറ്റമില്ല. സർക്കാർ ഇത് നടത്താനുള്ള അവകാശമുണ്ട്. കാരണം കേരളത്തിൻ്റെ അവകാശം, കേരളത്തിൻ്റെ അഭിമാനവും അവകാശവുമാണ് ഈ അയ്യപ്പന്മാരും ശബരിമലയും ഒക്കെ. കേരളം ഭരിച്ചത് LDFും UDFും മാറിയിട്ടാണ്. അവർ ഭരിച്ചിട്ടാണ് ഈ ശബരിമല ഇന്നി കാണുന്ന സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് അയ്യപ്പന്മാരുടെ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് വർഷം വന്നു പോവുകയും പ്രശ്നങ്ങളില്ലാതെ നടക്കുകയും ചെയ്യുന്ന ഈ കാര്യത്തിൽ എന്ത് അയ്യപ്പന്മാരെ ചേർത്തിട്ട് എന്ത് നടത്താനുള്ള അവകാശം സർക്കാരിന് തന്നെയുമുണ്ട്. ഇതിപ്പോൾ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂർ, പാനൂർ, ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ DYFIക്കാരുടെ മറ്റുമൊക്കെ ഈ ക്ലബ്ബുകളുണ്ടാവും. ആ ക്ലബ്ബുകളിൽ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ DYFIക്കാരൊക്കെ മാലയിട്ടിട്ട് അവിടെയാണ് താമസിക്കുക. വീട്ടിലൊന്നും പോകാതെ അവിടെയാണ് താമസിക്കുക. അവിടെ അതുവരെ അങ്ങോട്ട് അടുക്കാത്ത കോൺഗ്രസ്സുകാരും BJPക്കാരുള്ള ചെറുപ്പക്കാരും ഇവരുടെ സുഹൃത്തുക്കളെല്ലാം അവിടേക്ക് വരും. അവിടെയാണ് അവർ താമസിക്കുക. അവിടെ നിന്ന് രാവിലെ പുലർച്ചെ ഈ ജഗന്നാഥ ക്ഷേത്രത്തിലും തിരുവങ്ങാട്ടമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഇവർ പൂജ ആ സമയങ്ങളിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ പറയുന്ന നടപ്പാക്കുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് ശബരിമലയിലെ കാര്യങ്ങൾ. ഇടക്കാലത്ത് ഈ പറയുന്ന കോടതി വിധിയും മറ്റും വന്ന് ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോഴും ശബരിമല അയ്യപ്പൻ എന്ന് വെച്ചാൽ മലയാളിയുടെ ആകെ ഒരു കാര്യമാണ്. ശബരിമലയും അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഈ നാട്ടിലെ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്ന സർക്കാരിന് അവിടെ അയ്യപ്പന്മാരുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനും അയ്യപ്പന്മാർക്ക് എന്ത് ഇങ്ങോട്ട് പറയാനുണ്ട് എന്ന് കേൾക്കാനും ഒക്കെ ഒരു അയ്യപ്പ സംഗമം നടത്താനുള്ള അവകാശമുണ്ട്. അതിപ്പോൾ ദേവസ്വം ബോർഡല്ല, മന്ത്രിമാർ തന്നെ പോയിട്ട് അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷേ ഈ തരത്തിലെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടന്നേക്കാം. പക്ഷേ അത് നല്ല സൗകര്യത്തിൽ നടത്തി മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടെ കേട്ട് കൂടുതൽ മെച്ചപ്പെട്ട തോതിൽ അടുത്ത വർഷങ്ങളിൽ നടത്താനുള്ള കാര്യം ചെയ്യാനുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ച് ഈ കാര്യങ്ങളിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണെങ്കിൽ തീർച്ചയായും ഒരു കാര്യമുണ്ട്. ഈ യുവതീ പ്രവേശം അടക്കമുള്ള വിഷയങ്ങൾ ആ സംവിധാനം ചർച്ച ചെയ്യണം. അല്ല, അതായിക്കോട്ടെ. പടി 18 കയറി ശബരീശ സന്നിധിയിലെത്തുന്ന തീർത്ഥാടകരെ വരവേൽക്കുന്ന വാക്കാണ് തത്വമസി. അത് നീയാകുന്നു എന്നാണ് മലയാളത്തിൽ അതിനർത്ഥം എന്ന് നമുക്കറിയാം. മൺതരിയും മഹാപ്രപഞ്ചവും മായയും അവനവൻ തന്നെ എന്ന വിശ്വമഹാദർശനം. ജാതി, മത, ഭാഷ, ദേശവ്യത്യാസമില്ലാതെ കോടിക്കണക്കിന് മനുഷ്യർ എത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. കേരളത്തിൻ്റെ ആകെ ജനസംഖ്യയേക്കാൾ ഏറെ ആളുകളാണ് ഓരോ വർഷവും ശബരീശ ദർശനത്തിനെത്തുന്നത് എന്ന് കണക്കുകൂട്ടി പറയാറുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശബരിമലയുടെ കാര്യത്തിൽ മോശം രാഷ്ട്രീയം കലരുകയാണ്. ശബരിമല വീണ്ടും വിവാദ സ്ഥാനമാകുന്നത് എന്തുകൊണ്ട് എന്ന് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത ഘട്ടത്തിൽ തലപുകയ്ക്കാൻ ഏറെയൊന്നുമില്ല. 4 പതിറ്റാണ്ട് മുമ്പ് നിലക്കലിൽ പയറ്റിയ രാഷ്ട്രീയം വീണ്ടും പൊടിതട്ടിയെടുക്കുകയാണോ ചിലർ എന്നാണ് RDXന് സംശയം. ഇടവേളയിലേക്ക്.